വിജയകരമായി 15 വർഷങ്ങൾ പിന്നിട്ട മാസ്റ്റർ മൈൻഡ് എഡ്യൂക്കേഷൻ ഇനി ആക്സോണസ് ലേണിംഗ് എന്ന പേരിൽ അറിയപ്പെടും. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ 16 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യന് മുന്നേ ഒരു നോട്ട് ഉണ്ട്. എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 17 to 28 ആർ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓഫ് 2 മാർക്ക് ഈച്ച്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസിൽ 17 മുതൽ 28 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, അതിന് 2 മാർക്കാണുള്ളത്. ഓക്കെ, then in some of these questions 4 subparts are given. You have to attempt only 2 subparts out of them in such questions. നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കും, അതിൽ ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതിയാകും. ഓക്കെ, ചില ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ സബ്പാർട്ടായിട്ട് തന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കൂ, 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എന്താ? കംപ്ലീറ്റ് ദ ഫോളോവിങ് ബൈ ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ഇവിടെ തന്നിട്ടുള്ള ഈ ഗ്യാപ്പൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഫിൽ ചെയ്യണം. ഓക്കെ അല്ലേ? ഈ ഡാഷൊക്കെ നമ്മൾ പൂരിപ്പിക്കണം. ഇപ്പോൾ ഇവിടെ നോക്കൂ, നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? അറ്റോമിക് മാസ്, ഫോർമുല മാസ്, മോളാർ മാസ്, C6, C12, C14, 0.01, 0.001, 0.0001 ഇൻ്റഗ്രൽ ഫ്രാക്ഷണൽ. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് വായിക്കാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 58.5 gram per mole ഈസ് ദ ഡേഷ് ഓഫ് NaCl. ഇപ്പം NaClൻ്റെ എന്താണ് 58.5 gram per mole എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് സാധ്യത ഉള്ളത് മാസാണല്ലേ തന്നിട്ടുള്ളത്. ഫോർമുല മാസ് ഉണ്ട്, മോളാർ മാസ് ഉണ്ട്, അറ്റോമിക് മാസ് ഉണ്ട്. അപ്പം ഇതിൽ ഏതാണ് നമ്മൾ എഴുതുക? അതായത് നിങ്ങളിവിടെ യൂണിറ്റ് നോക്ക്, ഗ്രാം പെർ മോളിലാണല്ലേ തന്നിട്ടുള്ളത്. ഇത് മോളാർ മാസിൻ്റെ യൂണിറ്റ് ആണ്. ഓക്കെ, AMUലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്താണ് പറയുക? ഒരു ആറ്റത്തിൻ്റെ മാസാണെങ്കിൽ, അറ്റോമിക് മാസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ യൂണിറ്റ് AMU ആയിരിക്കും. ഓക്കെ, ഇവിടെ എന്താണ് നമ്മുടെ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു അയണിക് ആയിട്ടുള്ള മെറ്റീരിയൽ ആണല്ലേ, അയണിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് NaCl. ഓക്കെ, അപ്പം അതിൻ്റെ അറ്റോമിക് മാസ് നമ്മൾ എങ്ങനെ പറയാം? ഫോർമുല മാസ് എന്നാ പറയാം, ഫോർമുല മാസ്. ഓക്കെ, ഇവിടെ ഈ യൂണിറ്റ് നോക്കുമ്പോൾ ഗ്രാം പെർ മോൾ ആണല്ലേ. ഈ ഫോർമുല മാസും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് AMUൽ തന്നെയാണ്. ഓക്കെ, ഫോർമുല മാസും എക്സ്പ്രസ് ചെയ്യുന്നത് AMUലാണ്. നമ്മൾ ഫോർമുല മാസ് പറയുന്നത് NaCl പോലെയുള്ള അയണിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സിൻ്റെ കേസിലാണ് നമ്മൾ ഫോർമുല മാസ് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ ഫോർമുല മാസ് ആണോ തന്നിട്ടുള്ളത്? ഇവിടെ AMUലാണ് തന്നിട്ടുള്ളത് എങ്കിലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, അത് ഫോർമുല മാസ് ആണെന്ന്. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ തന്നിട്ടുള്ളത് ഗ്രാം പെർ മോൾ ആണ്. ഗ്രാം പെർ മോൾ എന്ന് പറയുന്നത് മോളാർ മാസിൻ്റെ യൂണിറ്റ് ആണ്. 1 മോൾ ഓഫ് സബ്സ്റ്റൻസിൻ്റെ മാസാണ് മോളാർ മാസ്. അപ്പം മോളാർ മാസാണ് നമ്മുടെ ഇവിടെ വരുന്നത്. ഓക്കെ, മോളാർ മാസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. A mole is the amount of substance that containing as many entities, atoms, molecules or other particle as in exactly 12 gram of dash isotope. അതായത് എന്താണ് 1 മോളിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്? 1 മോൾ എന്ന് പറഞ്ഞാൽ കാർബൺ 12 gram ഓഫ് കാർബൺ 12ൽ ഉള്ള അത്രയും പാർട്ടിക്കിൾസ് ആണ് 1 മോളിൽ ഉള്ളത് എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, ഇപ്പോൾ 12 gram കാർബൺ 12 എടുത്താൽ അതിലെത്ര മോളിക്യൂൾസ് ഉണ്ടോ അതിനെയാണ് നമ്മൾ 1 മോൾ എന്ന് പറയുന്നത്. അതിലെത്ര ആറ്റംസ് ഉണ്ടോ അതിനെയാണ് നമ്മൾ 1 മോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ 12 gram ഓഫ് ഡാഷ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാർബൺ 6, കാർബൺ 12, കാർബൺ 14 അല്ലേ. അപ്പം ഇതിൽ ഏത് ഐസോട്ടോപ്പാണ്? കാർബൺ 12 ഐസോട്ടോപ്പാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാ വരിക? C12 അല്ലേ. 12 gram ഓഫ് C12 ഐസോട്ടോപ്പിൽ എത്ര എൻറ്റിറ്റീസ് ഉണ്ടോ, എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ അത് ആറ്റംസ് ആവാം, മോളിക്യൂൾസ് ആവാം, വേറെ പാർട്ടിക്കിൾസ് ആവാം. ഓക്കെ, അപ്പോൾ ഈ എത്ര എൻറ്റിറ്റീസ് ഉണ്ടോ, ഈ 12 gram കാർബൺ 12ൽ എത്ര എൻറ്റിറ്റീസ് ഉണ്ടോ അത്രയാണ് 1 മോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ
അതിൻ്റെ ഡെഫിനിഷനാണ് കേട്ടോ, 1 മോളിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ ഇതിൽ സംശയമൊന്നും വരാനില്ല, കാർബൺ 12 ഐസോട്ടോപ്പാണ്. ഓക്കെ, ദെൻ 1 millimeter ഈസ് ഈക്വൽ ടു, ഇപ്പോൾ നമ്മൾ SI യൂണിറ്റ് പഠിച്ചതിന് ശേഷം ചില മില്ലിമീറ്റർ, ജിഗ, മെഗ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവൂലേ. അതായത് മില്ലി എന്ന് പറഞ്ഞാൽ എത്രയാണ്, അതിൻ്റെ വാല്യൂസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. മില്ലി എന്ന് പറഞ്ഞാൽ 10⁻³ മീറ്റർ ആണ് അല്ലേ, 10⁻³ മീറ്റർ ആണ് മില്ലി എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ തന്നിട്ടുള്ളത് 1 millimeter ആണ് അല്ലേ, 1 millimeter. അപ്പോൾ 1 millimeter എന്ന് പറഞ്ഞാൽ ഈ മില്ലിക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 10⁻³ ആണ് മില്ലിൻ്റെ വാല്യൂ നമുക്കറിയാമല്ലേ. അപ്പോൾ 10⁻³ മീറ്റർ. 1 × 10⁻³ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ 10⁻³ എന്ന് പറഞ്ഞാൽ എന്താണ്, 10⁻³ എന്ന് പറഞ്ഞാൽ എന്താണ്, 10 × 10 × 10 ആണ് അല്ലേ 10⁻³ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 10⁻³ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1/10 × 10 × 10, അതായത് 1 / 10 × 10 × 10, 3 പ്രാവശ്യം 10 മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ വാല്യൂ കിട്ടുക, അതായത് 1നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും അല്ലേ. അപ്പോൾ 0.001 അല്ലേ, ഇതല്ലേ നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്ഷനിൽ നോക്കൂ, ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മില്ലിന്നുള്ളതിൻ്റെ വാല്യൂ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം മില്ലി എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. കിലോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്രയാണ്, 10⁻³ ആണ് അല്ലേ. കിലോ എന്ന് പറഞ്ഞാൽ 1000 എന്നാണ് അർത്ഥം, 1000 10⁻³ അല്ലേ. അപ്പോൾ ഇവിടെ മില്ലിമീറ്ററിന് പകരം 1 കിലോമീറ്റർ ആയിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യണം, കിലോക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ 1 × 10⁻³ മീറ്റേഴ്സ് അല്ലേ. അപ്പോൾ 1 × 10⁻³ എന്ന് പറഞ്ഞാൽ 1000 അല്ലേ, 1 × 1000 അല്ലേ. അപ്പോൾ നമുക്ക് 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ 1 millimeter എന്ന് പറയുന്നത് 0.001 മീറ്റർ ആണ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മോളിക്കുലാർ ഫോർമുല ഈസ് ഓൾവേസ് ഡാഷ് ഓഫ് മൾട്ടിപ്പിൾ ഓഫ് ഇംപിരിക്കൽ ഫോർമുല. ഈ ഇംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്, ഈ മോളിക്കുലാർ ഫോർമുല എപ്പോഴും ഇംപിരിക്കൽ ഫോർമുലേൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. നമുക്ക് ഒരു ഇംപിരിക്കൽ, നമ്മൾ ഗ്ലൂക്കോസിൻ്റെ ഇംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് CH2O ആണ്. ഓക്കെ, ഇതാണ് ഗ്ലൂക്കോസിൻ്റെ ഇംപിരിക്കൽ ഫോർമുല. ഓക്കെ, പക്ഷേ ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് C6H12O6 ആണ്. അതായത് നമ്മുടെ ഇംപിരിക്കൽ ഫോർമുലയെ എന്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, 6 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. ഒരു ഇൻറ്റിജർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഒരു നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ കാർബൺ ഇവിടെ ഒന്നേ ഉള്ളൂ, C × 6, അപ്പോൾ C6. ഹൈഡ്രജൻ 2 ഉണ്ട്, 2 × 6, അപ്പോൾ H12. ഓക്സിജൻ ഒന്നേ ഉള്ളൂ, അപ്പോൾ × 6 O6. അപ്പോൾ നമ്മുടെ മൊളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് C6H12O6 ആണ് ഗ്ലൂക്കോസിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു 6 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ ഇംപിരിക്കൽ ഫോർമുലേനെ. അപ്പോൾ അതിനാണ് നമ്മൾ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എന്ന് പറയുന്നത്. ഒരു ഇൻറ്റിജർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇംപിരിക്കൽ ഫോർമുലേനെ. ഓക്കെ, എന്നാലാണ് നമുക്ക് മോളിക്കുലാർ ഫോർമുല കിട്ടുക. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ എന്തായിരിക്കും, മോളിക്കുലാർ ഫോർമുല ഈസ് ഓൾവേസ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇംപിരിക്കൽ ഫോർമുല. ഓക്കെ, ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇംപിരിക്കൽ ഫോർമുല. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. Read the passage given below and answer the following question. ഓക്കെ, താഴെ ഒരു പാസേജ് തന്നിട്ടുണ്ട്, നിങ്ങളിത് വായിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, താഴെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഔട്ട് ഓഫ് 4 അറ്റംപ്റ്റ് എനി 2. നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, അതിൽ ഏതെങ്കിലും 2 അറ്റൻഡ് ചെയ്താൽ മതി. കാരണം ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏതെങ്കിലും 2 നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് നന്നായി അറിയുന്ന ഏതെങ്കിലും 2 ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് പാസേജ് റീഡ് ചെയ്യാം അല്ലേ. അക്കോർഡിംഗ് ടു VSEPR തിയറി, ദ ഇലക്ട്രോൺ പെയർസ് അറൌണ്ട് ദ സെൻട്രൽ ആറ്റം ഇൻ എ മോളിക്യൂൾ അറേഞ്ച് themselves in a space in such a way that they minimize their mutual repulsion.
അതായത് VSEPR തിയറി പ്രകാരം ഒരു സെൻട്രൽ ആറ്റത്തിന് ചുറ്റുള്ള ഇലക്ട്രോൺ പെയേഴ്സ് എന്താണ് മ്യൂച്വൽ റിപ്പൾഷൻ കുറക്കാൻ വേണ്ടിയിട്ട് അല്ലേ അവരെ അലൈൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും മാക്സിമം റിപ്പൾഷൻ കുറഞ്ഞ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റിലാണ് നമ്മുടെ ബോണ്ട് പെയേഴ്സും ലോൺ പെയേഴ്സും എന്ത് ചെയ്യുക ഒരു സെൻട്രൽ ആറ്റത്തിന് ചുറ്റും നിൽക്കുക അതായത് റിപ്പൾഷൻ ആറ്റംസ് ബോണ്ട് പെയർ റിപ്പൾഷൻ ഉണ്ടായിരിക്കും അല്ലേ ലോൺ പെയർ റിപ്പൾഷൻ ഉണ്ട് അതുപോലെ ബോണ്ട് പെയർ ലോൺ പെയർ റിപ്പൾഷൻ വരും അതുപോലെ ലോൺ പെയർ റിപ്പൾഷൻ വരും അല്ലേ അതായത് ഒരു ആറ്റത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും ബോണ്ട് പെയേഴ്സ് ഉണ്ടായിരിക്കും ലോൺ പെയേഴ്സ് ഉണ്ടായിരിക്കും ഒരു സെൻട്രൽ ആറ്റത്തിൽ ബോണ്ട് പെയേഴ്സ് പറഞ്ഞാൽ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത മറ്റൊരു ആറ്റമായിട്ട് ബോണ്ട് ചെയ്ത പെയേഴ്സിനെയാണ് നമ്മൾ ബോണ്ട് പെയർ എന്ന് പറയാം ഫോർ എക്സാമ്പിൾ NH3 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ NH3 ഈ NH എന്ന് പറയുന്നത് ഇതെന്താണ് ഇതൊക്കെ ബോണ്ട് പെയേഴ്സ് ആണ് അല്ലേ ബോണ്ട് പെയേഴ്സ് ആണ് NH 3 NH ബോണ്ട്സും ഉണ്ട് ഒരു ലോൺ പെയറും ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ബോണ്ട് പെയേഴ്സും ലോൺ പെയേഴ്സും VSEPR തിയറി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൽ എങ്ങനെയാണ് നിൽക്കുന്നത് വെച്ചാൽ ഈ ലോൺ പെയേഴ്സ് തമ്മിലുള്ള റിപ്പൾഷനാണ് ഏറ്റവും കൂടുതൽ അതുപോലെ ബോണ്ട് പെയർ ലോൺ പെയർ റിപ്പൾഷൻ പിന്നെയാണ് നമ്മുടെ ബോണ്ട് പെയർ റിപ്പൾഷൻ വരുന്നത് ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ലോൺ പെയർ റിപ്പൾഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ റിപ്പൾഷൻ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ റിപ്പൾഷൻ ഓക്കെ അപ്പോൾ രണ്ട് ലോൺ പെയേഴ്സിനിടയിലുള്ള റിപ്പൾഷൻ ആയിരിക്കും കൂടുതൽ അപ്പോൾ ഈ ലോൺ പെയേഴ്സും ബോണ്ട് പെയേഴ്സും തമ്മിൽ പരമാവധി റിപ്പൾഷൻ കുറഞ്ഞ രീതിയിലാണ് എന്ത് ചെയ്യുക അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മുടെ VSEPR തിയറി പ്രകാരം പറയുന്നത് The lone pair repulsion is much greater than that of bond pair repulsion. അത് നമ്മൾ പറഞ്ഞു അല്ലേ ലോൺ പെയേഴ്സ് തമ്മിലുള്ള റിപ്പൾഷൻ ഇപ്പോൾ വാട്ടർ മോളിക്യൂൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ മോളിക്യൂൾ പറഞ്ഞാൽ OH അല്ലേ ഈ H2O ഓക്കെ അപ്പോൾ വാട്ടർ മോളിക്യൂൾ ഓക്സിജന് പുറമെ എന്തുണ്ട് രണ്ട് ലോൺ പെയേഴ്സ് ഉണ്ട് കേട്ടോ രണ്ട് നോൺ ബോണ്ടിങ് പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് ബോണ്ടിങ്ങിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ലോൺ പെയേഴ്സ് എന്ന് വിളിക്കുന്നത് ഈ ലോൺ പെയേഴ്സ് തമ്മിലുള്ള റിപ്പൾഷൻ ഇതാണ് ലോൺ പെയേഴ്സ് ഇവർ തമ്മിലുള്ള റിപ്പൾഷനാണ് നമ്മുടെ രണ്ട് ബോണ്ട് പെയേഴ്സ് ആയിട്ടുള്ള OH ബോണ്ട് പെയേഴ്സ് തമ്മിലുള്ള റിപ്പൾഷനെ കാട്ടിലും കൂടുതൽ റിപ്പൾഷൻ പറഞ്ഞാൽ എന്താണ് ഇവർ തമ്മിൽ രണ്ട് മാഗ്നറ്റ്സ് അടുത്ത് വരുമ്പോൾ റിപ്പൽ ചെയ്യൂല അതുപോലെ രണ്ട് ലോൺ പെയേഴ്സ് അടുത്തടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യും റിപ്പൽ ചെയ്യും അത് എന്തിനെക്കാട്ടിലും കൂടുതലാണ് നമ്മുടെ രണ്ട് ബോണ്ട് പെയേഴ്സ് തമ്മിലുള്ള റിപ്പൾഷനെ കാട്ടിലും കൂടുതലാണ് ഓക്കെ അല്ലേ അതാണ് നമ്മുടെ പാസേജ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലേ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും നിങ്ങൾ എഴുതിയാൽ മതി ഏതെങ്കിലും 2 എണ്ണം എഴുതണം കേട്ടോ 2 എണ്ണം എഴുതിയാൽ മതി ഏറ്റവും കൂടുതൽ അറിയുന്ന 2 എണ്ണം എഴുതാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ നെയിം ദ ഇലക്ട്രോൺ പെയേഴ്സ് അറൗണ്ട് ദ സെൻട്രൽ ആറ്റം ഇൻ എ മോളിക്യൂൾ who arrange themselves in space in such a way that they minimize their mutual repulsion ഓക്കെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ രണ്ട് പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ അത് സെൻട്രൽ മെറ്റൽ ആറ്റത്തിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ടു മിനിമൈസ് ദ റിപ്പൾഷൻ പരമാവധി കുറയുന്ന രീതിയിലാണ് നമ്മുടെ ബോണ്ട് പെയേഴ്സിനെയും ലോൺ പെയേഴ്സിനെയും സെൻട്രൽ മെറ്റൽ ആറ്റത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് നെയിം ദ ഇലക്ട്രോൺ പെയേഴ്സ് ഏതൊക്കെ ഇലക്ട്രോൺ പെയേഴ്സിനെയാണ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ചുറ്റും പരമാവധി റിപ്പൾഷൻ കുറച്ച് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നാണ് ഏതൊക്കെയാണ് ഇലക്ട്രോൺ പെയേഴ്സ് ബോണ്ട് പെയേഴ്സും ലോൺ പെയേഴ്സും അല്ലേ സെൻട്രൽ മെറ്റൽ ആറ്റത്തിലുള്ളത് ബോണ്ട് പെയേഴ്സും ഉണ്ട് അതുപോലെ ലോൺ പെയേഴ്സും ഉണ്ട് ഓക്കെ ക്ലിയർ അല്ലേ രണ്ട് ടൈപ്പ് ഇലക്ട്രോൺ പെയേഴ്സ് ആണ് ബോണ്ട് പെയേഴ്സ് ഉണ്ട് ബോണ്ട് പെയേഴ്സ് പറഞ്ഞാൽ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഇലക്ട്രോൺസ് ലോൺ പെയേഴ്സ് പറഞ്ഞാൽ ബോണ്ടിങ്ങിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ നോൺ ബോണ്ടഡ് ആയിട്ട് കിടക്കുന്ന ഇലക്ട്രോൺസ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ which parameter of the molecule is linked to mutual repulsion of electron pairs ഓക്കെ അപ്പോൾ ഇതിൽ ഈ നമ്മുടെ ബോണ്ടിൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ് ബോണ്ട് ആംഗിള് ബോണ്ട് ലെങ്ത് ബോണ്ട് എൻതാൽപ്പി അല്ലേ
അപ്പോൾ ഇതിൽ ഏത് പാരാമീറ്റർ ആണ് നമ്മൾ ഈ മ്യൂച്വൽ റിപ്പൾഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റിപ്പൾഷൻ ഉണ്ടാവുമ്പോൾ മോളിക്യൂൾസ് തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവും അല്ലേ. ബോണ്ട് പെയേഴ്സ് ലോൺ പെയർ റിപ്പൾഷൻ ഒക്കെ ഉണ്ടാവുന്നത് കാരണം അവിടെ ചേഞ്ച് ഉണ്ടാവുന്നത് ആർക്കാണ്? ബോണ്ട് ആംഗിളിനാണ് ചേഞ്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബോണ്ട് ആംഗിൾ ആണ്. നെക്സ്റ്റ് നോക്കൂ. when the number of electron pairs is arranged in the central atom is 5. Okay, when the number of electron pairs around the central atom is 5, which geometry is predicted for the molecule? അതായത് നമ്മുടെ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 5 ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ജിയോമെട്രി എന്തായിരിക്കും എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 5 ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ജിയോമെട്രി എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ PCl5 5 ബോണ്ട് പെയേഴ്സ് ഉണ്ട് അല്ലേ. നമ്മുടെ PCl5 5 ബോണ്ടിങ് ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഫോസ്ഫറസ് സെൻട്രലിൽ നിൽക്കും. 2 ക്ലോറിൻ ആറ്റംസ് 3 ക്ലോറിൻ ആറ്റംസ് എന്തായിട്ട് നിൽക്കും? ഒരു ട്രയാങ്കിൾ പോലെ, ഒരു പ്ലെയിനിലുള്ള ട്രയാങ്കിൾ പോലെ നിൽക്കും. ഒരു ക്ലോറിൻ ആറ്റം മുകളിലോട്ടും ഒരു ക്ലോറിൻ ആറ്റം താഴോട്ടും. ഓക്കെ, ഈ ഒരു അറേഞ്ച്മെൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ട്രയഗണൽ ബൈ പിരമിഡൽ. ഓക്കെ, ട്രയഗണൽ ബൈ പിരമിഡൽ ജിയോമെട്രിയാണ് വരിക. ഓക്കെ, 4 ആണെന്നുണ്ടെങ്കിൽ 4 ബോണ്ട് പെയേഴ്സ് അല്ലേ, 4 പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ടെട്രാഹെഡ്രൽ ജിയോമെട്രി എന്നാണ് പറയുക. ടെട്രാഹെഡ്രൽ ജിയോമെട്രി. ഓക്കെ, ടെട്രാഹെഡ്രൽ ജിയോമെട്രി നമ്മുടെ CH4 അല്ലേ. ഇങ്ങനെയാണ് ടെട്രാഹെഡ്രൽ ജിയോമെട്രി, ഇങ്ങനെയല്ലേ വരയ്ക്കുക. ഓക്കെ, ഇതാണ് ടെട്രാഹെഡ്രൽ ജിയോമെട്രി. 5 ആവുമ്പോൾ നമ്മൾ പ്ലെയിനിൽ ഒരു ട്രയാങ്കിൾ പോലെ 3 അറേഞ്ച് ചെയ്യും. ദെൻ മുകളിലോട്ടൊന്നും താഴോട്ടൊന്നും. ഓക്കെ, അപ്പോൾ അതിനെ ട്രയഗണൽ ബൈ പിരമിഡൽ എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, ദെൻ 6 ആവുമ്പോൾ ഒക്ടാഹെഡ്രൽ ജിയോമെട്രി ആയിരിക്കും എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ട്രയഗണൽ ബൈ പിരമിഡൽ ജിയോമെട്രിയാണ്. നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഇലക്ട്രോൺ പെയർ ഈസ് നോൺ ആസ് ദ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ മോളിക്യൂൾ? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ബോണ്ടിങ്ങിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആൾക്കാരെയാണ് നമ്മൾ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, നോൺ ബോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോൺസ്. ഇപ്പോൾ വാട്ടറിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? H2O അല്ലേ. H2O ആണ് H2O. ഓക്കെ, H2O എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്? ഓക്സിജനിൽ ഒരു ഹൈഡ്രജൻ ഇവിടെ, ഒരു ഹൈഡ്രജൻ ഇവിടെ, 2 ലോൺ പെയേഴ്സ് ഉണ്ട് അല്ലേ ഓക്സിജന് 2 ലോൺ പെയേഴ്സും ഉണ്ട്, 2 ബോണ്ട് പെയേഴ്സും ഉണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ 4 ഇലക്ട്രോൺ പെയേഴ്സ് അല്ലേ. അപ്പോൾ അതിൻ്റെ ജിയോമെട്രി എന്ന് പറയുന്നത് ഏതാ? ടെട്രാഹെഡ്രൽ ജിയോമെട്രിയാണ് നമ്മുടെ വാട്ടർ മോളിക്യൂളിനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ ഹൈഡ്രജൻ ഇവിടെ നമ്മുടെ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജന് ചുറ്റും 6 കാർബൺ ആറ്റംസ് ആണ് ഉള്ളത് അല്ലേ. 6 കാർബൺ ആറ്റം ഓക്സിജന് ചുറ്റും 6 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഓക്കെ, 6 ഇലക്ട്രോൺസ് ആണ് നമ്മുടെ ഓക്സിജന്റെ വാലൻസ് ഷെല്ലിൽ അഥവാ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ 6 ഇലക്ട്രോൺസിൽ ഒരു ഇലക്ട്രോൺ ഹൈഡ്രജനുമായിട്ട് ബോണ്ടിങ്ങിന് പോയി, വേറൊരു ഇലക്ട്രോണും ഹൈഡ്രജനുമായിട്ട് ബോണ്ടിങ്ങിന് പോയി. അപ്പോൾ ഈ ബോണ്ടിങ്ങിന് പോയിന് ഇലക്ട്രോൺസിനാണ് നമ്മൾ ബോണ്ട് പെയേഴ്സ് എന്ന് പറയാം. ഓക്കെ, എന്നാൽ ബോണ്ടിങ്ങിലൊന്നും പങ്കെടുക്കാതെ വെറുതെ ഇരിക്കുന്ന നോൺ ബോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ലോൺ പെയേഴ്സ് എന്ന് പറയാം. ഓക്കെ, നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് പെയേഴ്സ് വിച്ച് ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഇലക്ട്രോൺ പെയേഴ്സിനെയാണ് നമ്മൾ ലോൺ പെയേഴ്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. Okay, write true for correct statement and false for incorrect statement out of 4 attempt any 2. Okay, നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ ട്രൂ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നേരെ ട്രൂ എന്നും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിന് നേരെ ഫാൾസ് എന്നും നിങ്ങൾ എന്ത് ചെയ്യണം? അടയാളപ്പെടുത്തണം. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏതെങ്കിലും 2 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ.
Benzene chloroform mixture exhibit positive deviation from Rolle's law. ഇപ്പോൾ റോൾസ് ലോ എന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരാണ് ബെൻസീൻ ക്ലോറോഫോം മിക്സ്ചർ എന്ന് പറയുന്നത്. ഇത് റൈറ്റ് ആണോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, റോൾസ് ലോ പഠിച്ചിട്ടുണ്ടല്ലേ? റോൾസ് ലോ തന്നെ റോൾസ് ലോ ഒബേ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്താ പറയുക, ഐഡിയൽ സൊല്യൂഷൻസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? ഐഡിയൽ സൊല്യൂഷനിൽ തന്നെ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരുണ്ട്, നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരുണ്ട്. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരാണ് നമ്മുടെ ബെൻസീൻ ക്ലോറോഫോം എന്ന് പറയുന്ന, അതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പം ഇത് തെറ്റാണ്. കാരണം നമ്മുടെ ബെൻസീൻ ക്ലോറോഫോം കാണിക്കുന്നത് നെഗറ്റീവ് ഡീവിയേഷനാണ്. നെഗറ്റീവ് ഡീവിയേഷനാണ് ബെൻസീൻ ക്ലോറോഫോം. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മുടെ ക്ലോറോഫോം അസറ്റോൺ. ക്ലോറോഫോം അസറ്റോൺ ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവർ ആരൊക്കെയാണ്? ബെൻസീൻ ക്ലോറോഫോം എന്നാൽ ബെൻസീൻ ക്ലോറോഫോമിൻ്റെ മിക്സ്ചർ നെഗറ്റീവ് ഡീവിയേഷനാണ് കാണിക്കുന്നത്. അതുപോലെ ക്ലോറോഫോം അസറ്റോൺ മിക്സ്ചർ നെഗറ്റീവ് ഡീവിയേഷനാണ് കാണിക്കുന്നത്. ഫീനോൾ അനിലിൻ, ഫീനോൾ അനിലിനൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫീനോൾ പ്ലസ് അനിലിൻ, ഫീനോൾ അനിലിൻ മിക്സ്ചറൊക്കെ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരാണ്. ഓക്കെ, ഇനി പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരാൾക്ക് എക്സാമ്പിൾ എഴുതിക്കോ. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത് എഥനോൾ അസറ്റോൺ. ഓക്കെ, എഥനോളും അസറ്റോണും കൂടി ചേർന്നാൽ അവിടെ പോസിറ്റീവ് ഡീവിയേഷനാണ് കാണിക്കുക. അപ്പോൾ നമ്മുടെ ബെൻസീൻ ക്ലോറോഫോം മിക്സ്ചർ, ക്ലോറോഫോം അസറ്റോൺ മിക്സ്ചർ, അതുപോലെ ഫീനോൾ അനിലിൻ മിക്സ്ചർ, ഇതൊക്കെ എന്താണ്? നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരാണ്. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് ഏതാണ്? നമ്മുടെ എഥനോൾ അസറ്റോൺ മിക്സ്ചർ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫാൾസ് ആണോ? ബെൻസീൻ ക്ലോറോഫോം മിക്സ്ചർ എക്സിബിറ്റ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ. അപ്പോൾ തെറ്റാണ് അല്ലേ? പോസിറ്റീവ് അല്ല, നെഗറ്റീവ് ഡീവിയേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? ഫാൾസ് ആണ് അല്ലേ? അപ്പോൾ എഫ് എന്ന് എഴുതാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ബോയിലിംഗ് പോയിന്റ് ഈസ് എ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ആണോ? കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചത് 4 ആണ് അല്ലേ? ഏതൊക്കെയായിരുന്നു? ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ അല്ലേ? അപ്പോൾ ബോയിലിംഗ് പോയിന്റിന്റെ ടേം എന്തായിരുന്നു? എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് അല്ലേ? അല്ലാതെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല. എന്താണ്? എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആണ് ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇതും ഫാൾസ് ആണ്. നെക്സ്റ്റ്, the vapor pressure of a liquid is the pressure exerted by the vapor in the liquid in any condition or situation. ഈ എന്താണ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ? വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ എ ലിക്വിഡ്. ഒരു വേപ്പർ ലിക്വിഡിന് മേലെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ്. എപ്പോഴാണത്? നമ്മുടെ ലിക്വിഡും വേപ്പറും തമ്മിൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം. അതായത് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ചൂടാക്കിയപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ വെള്ളമൊക്കെ ഇങ്ങനെ ആവിയായിട്ട് പോകാൻ തുടങ്ങി അല്ലേ? അതായത് വേപ്പേഴ്സ് ആയിട്ട് മാറി അല്ലേ? ഈ വേപ്പേഴ്സ് എന്ത് ചെയ്യും? നമ്മുടെ ബാക്കിയുള്ള വെള്ളം ഉണ്ടാവില്ലേ, അതായത് വേപ്പേഴ്സ് ആയിട്ട് മാറാത്ത വെള്ളം ഉണ്ടാവില്ലേ, അതിന് പുറമെ എന്ത് ചെയ്യും? ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ വേപ്പർ പ്രഷർ എന്ന് പറയുക. ആ വേപ്പർ പ്രഷർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ പ്രഷർ എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലിക്വിഡ്, ഇവിടെ ഉള്ള വേപ്പറൈസ്ഡ് ആവാത്ത ലിക്വിഡും അതുപോലെ തന്നെ വേപ്പറും തമ്മിൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം. ഓക്കെ, ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മുടെ വേപ്പറും ലിക്വിഡും ഇക്വിലിബ്രിയത്തിലായിരിക്കുന്ന കണ്ടീഷനിൽ നമ്മുടെ വേപ്പേഴ്സ് ലിക്വിഡിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ വേപ്പർ പ്രഷർ എന്ന് പറയുക. അപ്പോൾ ഇനി നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കൂ. ദ വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ് ഇസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വേപ്പർ ഇൻ ദ ലിക്വിഡ്. അതുവരെ കറക്റ്റ് ആണ് അല്ലേ? ഇൻ എനി കണ്ടീഷൻ ഓർ സിറ്റുവേഷൻ. ഇത് തെറ്റാണ്. കാരണം കണ്ടീഷൻ നമ്മൾ പറയുന്നുണ്ട്. എപ്പോഴാണ്? നമ്മുടെ വേപ്പേഴ്സും അതുപോലെ തന്നെ ലിക്വിഡും തമ്മിൽ ഇക്വിലിബ്രിയത്തിലായിരിക്കുന്ന കണ്ടീഷനിലാണ് അതിന് വേപ്പർ പ്രഷർ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫോൾസ് ആണ്. Then next നോക്കൂ. The two liquids are mixable when they dissolve each other in all proportions.
ഇത് ശരിയാണല്ലേ? ഒരു രണ്ട് ലിക്വിഡ്സിനെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എന്താണ് എല്ലാ പ്രൊപ്പോർഷൻസും, അതായത് എല്ലാ രീതിയിലും മിക്സിങ് നടന്നാൽ മാത്രമേ നമുക്ക് അതിനെ ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു മിക്സ്ചറായിട്ട് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ്ലി രണ്ട് ലിക്വിഡ്സ് മിക്സിബിൾ ആവണമെന്നുണ്ടെങ്കിൽ എല്ലാ പ്രൊപ്പോർഷനിലും അവിടെ മിക്സിങ് നടക്കണം അല്ലേ? എല്ലാവരും എന്ത് ചെയ്യണം? എന്ത് ഡിസോൾവ് ഇൻ ഈച്ച് അതർ ഇൻ ഓൾ പ്രൊപ്പോർഷൻ, നല്ല രീതിയിൽ എന്ത് ചെയ്യണം? ഡിസോൾവ് ആവണം അല്ലേ? അതായത് ഇപ്പം നമ്മൾ വെള്ളം ആൽക്കഹോളും എടുത്താൽ എന്ത് ചെയ്യും? രണ്ടും ഡിസോൾവ് ആയിട്ട് നമുക്ക് വാട്ടറിനെ വേറെ ആൽക്കഹോളിനെ വേറെ എന്ത് ചെയ്യാൻ പറ്റില്ല? തിരിച്ചറിയാൻ പറ്റൂല അല്ലേ? രണ്ട് എന്താ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. അതൊരു ഹോമോജീനിയസ് ആയിട്ടുള്ള സൊല്യൂഷനായിട്ട് മാറും. പക്ഷേ നമ്മൾ മണ്ണെണ്ണ വെള്ളം എടുക്കണമെങ്കിലോ അവിടെ രണ്ടും രണ്ട് സെപ്പറേറ്റ് ലെയേഴ്സ് ആയിട്ട് മാറും. അപ്പോൾ അവിടെ മിക്സിങ് നടക്കുന്നില്ല. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഈ ഒരു സെന്റൻസ് കറക്റ്റ് അല്ലേ? ടു ലിക്വിഡ്സ് ആർ മിക്സിബിൾ വെൻ ദേ ഡിസോൾവ് ഇൻ ഈച്ച് അതർ ഇൻ ഓൾ പ്രൊപ്പോർഷൻസ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും രണ്ട് ക്വസ്റ്റ്യനാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നെക്സ്റ്റും അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇൻ എ ഗാൽവനിക് സെൽ ഇലക്ട്രോൺസ് ഓൾവേസ് ഫ്ലോ ഫ്രം കാഥോഡ് ടു ആനോഡ്. ഒരു ഗാൽവനിക് സെല്ലിൽ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് കാഥോഡിൽ നിന്ന് ആനോഡിലോട്ടാണെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ശരിയാണ്. നോക്കാം. ഒരു ഗാൽവനിക് സെല്ല് എന്ന് പറഞ്ഞാൽ അതിനൊരു ആനോഡ് ഉണ്ടായിരിക്കും, അതുപോലെ ഒരു കാഥോഡ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ആനോഡ് ഇപ്പോൾ സിങ്ക് ആണെങ്കിൽ കാഥോഡ് കോപ്പർ വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ആനോഡിനും കാഥോഡിനും ആനോഡ് സിങ്ക് ആനോഡാണ്. അതൊരു സിങ്കിൻ്റെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അതുപോലെ കോപ്പറാണ് നമ്മുടെ കാഥോഡ്. അപ്പോൾ കാഥോഡ് ഒരു കോപ്പറിൻ്റെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, കോപ്പർ സൾഫേറ്റും സിങ്ക് സൾഫേറ്റും. ഓക്കെ, ഇനി ഇവിടെ ഈ രണ്ട് ഇലക്ട്രോലൈറ്റ്സ്, അതായത് സിങ്കിൻ്റെ ഇലക്ട്രോലൈറ്റും കോപ്പറിൻ്റെ ഇലക്ട്രോലൈറ്റും തമ്മിൽ, ഈ രണ്ട് സൊല്യൂഷൻസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ അവിടെ ഒരു സാൾട്ട് ബ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് ഇതിൻ്റെ സെറ്റപ്പിൽ ഇവിടെ ഒരു വോൾട്ട് മീറ്റർ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ആനോഡിൻ്റെ ചാർജ് ഇത് ഓർത്ത് വെച്ചോ. ആനോഡ് ലെഫ്റ്റ് സൈഡിൽ, കാഥോഡ് റൈറ്റ് സൈഡിൽ. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. ആനോഡ് കാഥോഡ്. ഓക്കെ, ഈ ആനോഡിൽ നടക്കുന്നത് എന്തായിരിക്കും? ആനോഡിൽ നടക്കുന്നത് ഇതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. ആനോഡിലെ ഓ ഓർത്ത് വെച്ചാൽ മതി. ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റൽസ്, സിങ്ക് എന്ത് ചെയ്യാണ്? സിങ്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ആനോഡ് പറയുന്നത് സിങ്ക് ആണ്. സിങ്ക് ഇലക്ട്രോൺസിനെ വിട്ട് കൊടുക്കുകയാണ്. സിങ്ക് ഇലക്ട്രോൺസിനെ വിട്ട് കൊടുക്കും, രണ്ട് ഇലക്ട്രോൺസിനെ വിട്ട് കൊടുക്കും. അപ്പോൾ സിങ്കിന് രണ്ട് പോസിറ്റീവ് ചാർജ് വരും, അതുപോലെ രണ്ട് ഇലക്ട്രോൺസും വരും അല്ലേ? അപ്പോൾ ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. ദെൻ അതുപോലെ ആനോഡിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ ആനോഡിൻ്റെ ചാർജ് നെഗറ്റീവാണ്. അത് നമുക്ക് ആനോഡിലെ AN അല്ലേ? ആനോഡ് എന്ന് എഴുതുമ്പോൾ AN, ആ N വെച്ചിട്ട് ഓർത്ത് വെക്കാം. ആനോഡിൻ്റെ ചാർജ് നെഗറ്റീവാണ്. ഓക്സിഡേഷനാണ് ആനോഡിൽ നടക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ദെൻ കാഥോഡിൽ അപ്പോൾ എന്തായിരിക്കും നടക്കുക? കാഥോഡിൽ റിഡക്ഷൻ ആയിരിക്കും നടക്കുക. അപ്പോൾ കാഥോഡിൻ്റെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലേ? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓർത്ത് വെക്കുക. ദെൻ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ ആനോഡിലും ഓക്സിഡേഷനാണ് നടക്കുക. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത്? അവിടെ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുമ്പോൾ ഇലക്ട്രോൺസ് എങ്ങോട്ട് പോകും? കാഥോഡിലോട്ട് പോകും അല്ലേ? അപ്പോൾ ആനോഡിൽ എവിടുന്നാണോ ഓക്സിഡേഷൻ നടക്കുന്നത് അവിടെ നിന്നാണ് ഇലക്ട്രോൺസും എന്ത് ചെയ്യുക? ഫ്ലോ ചെയ്യുക. അപ്പോൾ ആനോഡിലല്ലേ ഓക്സിഡേഷൻ നടക്കുന്നത്? അപ്പോൾ ആനോഡിൽ നിന്നാണ് കാഥോഡിലോട്ട് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുക. ദെൻ കറൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ഫ്ലോൻ്റെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഇലക്ട്രോൺസ് പോവുക ആനോഡ് ടു കാഥോഡാണ്. അപ്പോൾ കറണ്ട് പോവുക എങ്ങോട്ടാ? ഇതിൻ്റെ ഓപ്പോസിറ്റ്. കറൻറ്റിൻ്റെ ഡയറക്ഷൻ കാഥോഡ് ടു ആനോഡാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക ഗാൽവനിക് സെല്ലിൽ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പോയിന്റ്സ് വായിക്കാം അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം.
In a galvanic cell, electrons always flow from cathode to anode. Okay. അപ്പോൾ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് എങ്ങോട്ടാണ്? കാഥോഡ് ടു ആനോഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് തെറ്റല്ലേ? ആനോഡ് ടു കാഥോഡ് അല്ലേ? A to C ആണ്. ആനോഡിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്, അവിടെയാണ് ഇലക്ട്രോൺസ് ഉണ്ടാവുന്നത്. ആ ഇലക്ട്രോൺസ് ആണ് കാഥോഡിലോട്ട് പോകുന്നത്. അപ്പോൾ A to C, ആനോഡ് ടു കാഥോഡ് ആണ് കറക്റ്റ്. അപ്പോൾ ഇത് ഫോൾസ് ആണ്. അപ്പോൾ നമ്മുടെ സി അല്ലേ, തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹയർ ദ വാലൻസി ഓഫ് ദ അയോൺ ഗ്രേറ്റർ ഇറ്റ്സ് കണ്ടക്റ്റിംഗ് പവർ എന്നാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ? അതായത് നമ്മുടെ കണ്ടക്റ്റിംഗ് പവർ എങ്ങനെയാണ് കൂടുന്നത്? ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ അല്ലേ, കോൺസെൻട്രേഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടക്റ്റൻസ് അല്ലേ, പെട്ടെന്ന് കണ്ടക്റ്റൻസ് കൂടും. അതുപോലെ ടെമ്പറേച്ചർ അല്ലേ, ടെമ്പറേച്ചർ കൂടിയാലും കണ്ടക്റ്റൻസ് കൂടും. ദെൻ പിന്നെ ഉള്ളത് എന്താണ്? വാലൻസി അല്ലേ, വാലൻസി ഓഫ് ദ അയോൺ കൂടിയാലും നമ്മുടെ കണ്ടക്റ്റൻസ് എന്താ ചെയ്യുന്നത്? കൂടാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ, ഹയർ ദ വാലൻസി ഓഫ് ദ അയോൺ ഗ്രേറ്റർ ഇറ്റ്സ് കണ്ടക്റ്റിംഗ് പവർ. അപ്പോൾ അതും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി ഓഫ് എ സെൽ ഈസ് പ്രോഡക്റ്റ് ഓഫ് കണ്ടക്റ്റൻസ് ആൻഡ് സെൽ കോൺസ്റ്റൻറ്റ് അല്ലേ. അപ്പോൾ ഇത് എങ്ങനെയാണ്? കറക്റ്റ് ആണോ? നിങ്ങൾക്കറിയാം കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കലാണ് കണ്ടക്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസ് പറയുന്നത് 1/R. ഈ ആറിൻ്റെ ഇക്വേഷൻ എന്താണ്? റോ എൽ ബൈ എ ആണ് അല്ലേ. റെസിസ്റ്റിവിറ്റി ഇൻറ്റു L/A. L/A പറയുന്നത് ലെങ്ത് ഡിവൈഡഡ് ബൈ ഏരിയ. അപ്പോൾ 1/R വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/ρL/A അല്ലേ. അപ്പോൾ 1/ρ എന്ന് പറയുന്നത്, അതായത് 1/റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? കണ്ടക്ടിവിറ്റി ആണ്. ഓക്കെ, 1/റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി ആണ്. അതിന് നമുക്ക് കാപ്പ കെ എന്നുള്ളൊരു ലെറ്റർ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും, കണ്ടക്ടിവിറ്റി. ഓക്കെ, കണ്ടക്ടിവിറ്റി ഇൻറ്റു A/L എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് എന്താ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിൽ കണ്ടക്ടിവിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ കണ്ടക്ടിവിറ്റി കെ ഇത് എങ്ങനെ കാണാം? K is equal to കണ്ടക്റ്റൻസ് ഇൻറ്റു L/A വരും അല്ലേ. ഇക്വേഷൻ്റെ പുറത്തോട്ട് വരുമ്പോൾ കണ്ടക്റ്റൻസ് ഇൻറ്റു L/A. അപ്പോൾ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കണ്ടക്റ്റൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റൻറ്റ്. ഈ L/Aനെയാണ് നമ്മൾ സെൽ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടക്ടിവിറ്റിൻ്റെ ഇക്വേഷനാണ് കണ്ടക്റ്റൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റൻറ്റ്. ഇങ്ങനെ ഡിറൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക? അങ്ങനെ കാണാതെ പഠിച്ചിരിക്കുക. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കണ്ടക്റ്റൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റൻറ്റ് എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കറക്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഇത് ട്രൂ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ട്രൂ ഓർ ഫാൾസ്. കറക്റ്റ് ഫോർ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫാൾസ് ഫോർ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? The reaction of lithium with water is less vigorous than that of sodium. Okay, അപ്പോൾ ലിഥിയം വാട്ടറുമായിട്ട് എന്താണ് റിയാക്ട് ചെയ്യുന്നത്? സോഡിയത്തിൻ്റെ അത്രയും ആവില്ല എന്നാണ് പറയുന്നത്. അതായത് വാട്ടറായിട്ട് റിയാക്ഷൻ എടുത്താൽ ലിഥിയത്തിന് സോഡിയത്തിനെക്കാട്ടിലും റിയാക്ടിവിറ്റി കുറവാണ്. ശരിയാണ് അല്ലേ. കാരണം നമ്മുടെ ആൽക്കലി മെറ്റൽസിൻ്റെ കേസിൽ എന്താണ്? ആൽക്കലി മെറ്റൽസ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ താഴോട്ട് പോകും തോറും ആൽക്കലി മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റി കൂടാണ് ചെയ്യുന്നത്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം ഇതിൽ ഗ്രൂപ്പിൽ നമ്മൾ താഴോട്ട് പോകും തോറും നമ്മുടെ ആൽക്കലി മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റി കൂടാണ്. അവരുടെ റിയാക്ഷൻ ചെയ്യാൻ വേറെ വേറെ മോളിക്യൂൾസോ ആറ്റംസോ ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി താഴോട്ട് പോകുന്തോറും കൂടി വരികയാണ്. ഇപ്പോൾ വാട്ടറുമായിട്ടുള്ള റിയാക്ടിവിറ്റി ലിഥിയത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സോഡിയത്തിന് എന്തായിരിക്കും? വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ലേ? ട്രൂ ആണല്ലേ. ദി റിയാക്ഷൻ ഓഫ് ലിഥിയം വിത്ത് വാട്ടർ ഈസ് ലെസ് വിഗറസ് ദാൻ ദാറ്റ് ഓഫ് സോഡിയം. ഓക്കെ,
നെക്സ്റ്റ് നോക്കൂ, ദ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് ആൽക്കലി മെറ്റൽ ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് ഡ്യൂ ടു ഇൻക്രീസിങ് സൈസ് ആൻഡ് വീക്ക് ഇന്റർ മെറ്റാലിക് ബോണ്ട്. ഓക്കെ, അപ്പോൾ താഴോട്ട് പോകുന്തോറും സൈസ് കൂടുന്നുണ്ട്, അപ്പോൾ ഇന്റർ മെറ്റാലിക് ബോണ്ടിങ് ഒക്കെ കുറയുന്നുണ്ട്. മെറ്റൽ ആറ്റംസ് തമ്മിലുള്ള ബോണ്ടിങ് ഒക്കെ കുറയുന്നുണ്ട് സൈസ് കൂടുമ്പോൾ. ഓക്കെ, അത് കറക്റ്റാണ്. പക്ഷെ ഇന്റർ മെറ്റാലിക് ബോണ്ടിങ് കുറയുമ്പോൾ നമ്മുടെ ബോയിലിംഗ് പോയിന്റ് എന്താ ചെയ്യേണ്ടത്? ബോയിലിംഗ് പോയിന്റ് കുറയാണ് വേണ്ടത്. പക്ഷെ ഇവിടെ എന്താ എഴുതിയിട്ടുള്ളത്? കൂടാണ് നല്ല എഴുതിയിട്ടുള്ളത്. ആൽക്കലി മെറ്റൽ ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് എന്നാണ്. അപ്പം താഴോട്ട് പോകുന്തോറും നമ്മളെ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം ഈ ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്തോറും ഇവിടെ സൈസ് കൂടാണ്. ഇതിനെക്കാട്ടൊരു സൈസ് കൂടി, ഇങ്ങനെ സൈസ് കൂടി വരികയാണ്. അപ്പോൾ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഓരോ ആറ്റംസ് തമ്മിൽ എന്ത് ചെയ്യില്ല, ഇവിടെ രണ്ട് ലിഥിയം ആറ്റംസ് തമ്മിൽ കണക്ട് ചെയ്ത പോലെ സോഡിയം ആറ്റം തമ്മിൽ അത്ര അട്രാക്ഷൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇവിടെ എങ്ങനെ എന്തായിരിക്കും, ഇവർ തമ്മിലുള്ള ഇന്റർ മെറ്റാലിക് ബോണ്ട് താഴോട്ട് പോകും തോറും എന്തായി മാറും? വലുതാവും തോറും വീക്കായിട്ട് മാറും. ഇപ്പോൾ രണ്ടാൾക്കാർ തമ്മിൽ നല്ല അടുത്ത ബന്ധം അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്ക് ചെറിയ ടെമ്പറേച്ചർ കൊടുത്താൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ബോയിൽ ചെയ്യാൻ പറ്റില്ല, അതിനെ ബ്രേക്ക് ചെയ്തിട്ട് ബോയിൽ ചെയ്യാൻ പറ്റൂലേ. അപ്പോൾ താഴോട്ട് പോകുന്തോറും ഇവർ തമ്മിലുള്ള ഫോഴ്സ് കുറയാണ്, ഇന്റർ മെറ്റാലിക് ഫോഴ്സ് കുറയാണ്. അപ്പോൾ അവരെ ചെറിയ ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേപ്പേഴ്സ് ആക്കി മാറ്റാൻ പറ്റൂലേ. അപ്പോൾ ഇതിൻ്റെ ബോയിലിംഗ് പോയിന്റ് താഴോട്ട് പോകുന്തോറും എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? ദ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് ആൽക്കലി മെറ്റൽസ് increases down the group due to increasing size and weak intermetallic bond. increases അല്ല വരേണ്ടത്, decreases ആണ് വരേണ്ടത് അല്ലേ. അപ്പോൾ ഇത് false ആണ്. നെക്സ്റ്റ്, കാൽഷ്യം ഇമ്പാർട്സ് ബ്രിക്ക് റെഡ് കളർ ടു ദ ഫ്ലെയിം. ഓക്കെ, അപ്പോൾ ഫ്ലെയിം കളറേഷനിൽ കാൽഷ്യം ബ്രിക്ക് റെഡ് കളറാണ് കൊടുക്കുന്നത്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ ക്ലോറോഫിൽ ഈസ് എ കോംപ്ലക്സ് കോമ്പൗണ്ട് ഓഫ് മാഗ്നീഷ്യം. ഓക്കെ, ക്ലോറോഫില്ലിൽ എന്താണുള്ളത്? കോറായിട്ട് നമ്മുടെ മാഗ്നീഷ്യം ആറ്റാണ് വരുന്നത്. അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ അതും ട്രൂ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.